ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ യു കെയിലൊരു പിപ്പ് ഡിസബിലിറ്റി അസിസ്റ്റന്റ് നേഴ്സാണ് ബേസിക്കലി. സോ ഞാൻ വർക്കിംഗ് ഫ്രം ഹോം ആണ്. സോ ഹൗ ആം ഐ ഡൂയിങ് ഇറ്റ്? സോ എന്താണ് പിപ്പ് അസസ്മെന്റ് നേഴ്സ്? സോ ബേസിക്കലി ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വർക്ക് ആൻഡ് പെൻഷൻസ് യു കെയില് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് പോലും മെന്റൽ, ഫിസിക്കൽ, ലേണിംഗ്, സെൻസറി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് they will give extra cost of living എന്നുള്ള രീതി. അതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് ആണ് പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെന്റ് എന്ന് പറയുന്നത്. സോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കണമെങ്കിൽ, ശരിക്കും അത് കിട്ടണമെങ്കിൽ ഒരുപാട് പേർക്ക് തന്നെ അറിയില്ല കേട്ടോ. കിട്ടണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഒരുപാട് പേർക്ക് അതിന്റെ പോസിബിലിറ്റി കുറച്ചൊന്നും അറിയില്ല. സോ കിട്ടണമെങ്കിൽ DWPക്ക് നമ്മളൊരു ഓൺലൈൻ അല്ലെങ്കിൽ പേപ്പർ ഫോം നമ്മൾ അവരെ വിളിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യുക. അത് കിട്ടും. അതുവഴി നമുക്ക് അതിനകത്ത് ഫോം ഫിൽ ചെയ്തിട്ട് DWPക്ക് അയക്കുന്നു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് വർക്ക് ആൻഡ് പെൻഷൻ. സോ അവർക്ക് അയച്ചു കഴിയുമ്പോഴേക്കും ശരിക്കും അവർക്ക് കുറെ കേസ് മാനേജേഴ്സ് ഉണ്ട്. സോ നമ്മുടെ മലയാളീസ് തന്നെ ഒരുപാട് പേര് കേസ് മാനേജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിവേ, സോ അപ്പോൾ കേസ് മാനേജറിന് ശരിക്കും ദേ ആർ നോട്ട് ഹെൽത്ത് പ്രൊഫഷണൽസ്. അപ്പോൾ അവർക്ക് എന്താ പറയാ, ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഇൻക്ലൂഡിങ് നഴ്സസ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ കുറച്ച് ആൾക്കാർ, ഡോക്ടേഴ്സ്, ഈവൻ ഡോക്ടേഴ്സ് ആർ ദർ. അവര് ഈ ആൾക്കാരെ വിളിച്ചോ അല്ലെങ്കിൽ ടെലിഫോൺ ഓർ വീഡിയോ കോൾസ് ഓർ ലൈക്ക് ഫേസ് ടു ഫേസ് അസസ്മെന്റ്സ് ചെയ്തിട്ട് വി ഹാവ് ടു ഗീവ് എ റിപ്പോർട്ട് അവർക്ക് കൊടുക്കുക. അതിനൊക്കെ ഒരു പ്രത്യേക ഫോമാറ്റും കുറെ ഫോംസും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ അസസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ശരിക്കും എന്താ പറയാ, നമുക്കൊരു ദിവസം 3 പേരെ അസസ് ചെയ്യണം എന്നുണ്ടായിരിക്കും. ഞാൻ ചെയ്യുന്നത്, എനിക്ക് ആ ഒരു കേസ് തരുമ്പോൾ ഐ വിൽ ബി പ്രിപ്പയറിംഗ് ദ കേസ്. ആദ്യം നമ്മൾ ആ കേസ് വായിച്ചിട്ട് അവർ അയച്ചിരിക്കുന്ന ആ ഫോം, ഇതെല്ലാം ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനകത്ത് തന്നെ എല്ലാം PIPCS എന്ന് പറയും, കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. അതിനകത്ത് DWP ഇവർ അയച്ചു തന്ന ആ ഫോം, പിന്നെ നമുക്ക് എന്താ പറയാ, അവർ അയച്ചു തന്ന ബാക്കിയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, പിന്നെ നമ്മൾ ചിലപ്പോൾ DWP വേറെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് GP ഫാക്ച്വൽ റിപ്പോർട്ട്സ് എന്ന് പറയും. അത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫാക്ച്വൽ റിപ്പോർട്ട്സ്, അതായത് നമ്മുടെ GPന്നോ ഡോക്ടേഴ്സിന്നോ അല്ലെ ഹോസ്പിറ്റൽസിൽ നിന്നോ ഒക്കെ DWP ആയിട്ട് തന്നെ റിക്വസ്റ്റ് ചെയ്ത് പൈസ അടച്ച് ഇവരെ കുറിച്ച് മേടിക്കുന്ന റിപ്പോർട്ട്സ്. സോ അത് നമുക്ക് ഉണ്ടാവും. സോ അത് എല്ലാം വെച്ചിട്ട് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട്, സോ അറ്റ് ദ മൊമെന്റ് ഞാൻ സെപ്റ്റംബർ 2024 ജോയിൻ ചെയ്തത്. സോ ഞാൻ ഓൾമോസ്റ്റ് 8 months. സോ ബേസിക്കലി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം അങ്ങ് തരത്തില്ല. വിൽ ബി ഗെറ്റിംഗ് what is it called? ട്രെയിനിങ്. സോ ട്രെയിനിങ് തരും അവര്. സോ ട്രെയിനിങ് തന്നിട്ട് ശരിക്കും ഞാൻ സെപ്റ്റംബർ 23 കയറിയിട്ട് എനിക്ക് ഐ തിങ്ക് ഐ സ്റ്റാർട്ടഡ് മൈ അസസ്മെന്റ്സ് ലൈക്ക് ഇൻ ഒക്ടോബർ ഓർ നവംബർ. ശരിക്കും നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത്രയും സമയം, സോ 1 or more kind of months അവർ ശരിക്കും നമ്മളെ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യും. സോ ദർ ഇസ് ഒരു നല്ല കോഴ്സ് തന്നെ, ഒരു ടീം തന്നെ ഉണ്ട്, അവർ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. സോ ദേ വിൽ ബി നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട്, നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് ഗ്രൂപ്പായിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ ശരിക്കും അതൊരു വലിയൊരു ലേണിംഗ് കർവ് ആണ്. ഒരുപാട് അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈച്ച് ആൻഡ് എവറിത്തിങ് ഓഫ് പിപ്പ് അസസ്മെന്റ് അവരതിൽ പഠിപ്പിക്കും. അതുപോലെ തന്നെ റോൾ പ്ലേസ് ഉണ്ടാവും. റോൾ പ്ലേസ് ഇതെല്ലാം നമ്മൾ പാസ് ആവണം. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്. സോ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇന്റർവ്യൂ അത് എങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് പറയാം. സോ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, നമുക്ക് പിന്നെയുള്ള ഓഡിറ്റഡ് കേസസ് ആണ്. നമ്മൾ സ്റ്റേജസ് ആയിട്ടാണ്, സ്റ്റേജ് 5 വരെ ഉണ്ട്. സ്റ്റേജ് 1 നമ്മൾ പഠിപ്പിക്കുന്നു. സ്റ്റേജ് 1 and 2 ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ റോൾ പ്ലേസ് കംപ്ലീറ്റ് ചെയ്യിക്കുന്നു. സ്റ്റേജ് 3 വേറൊരു ഫുള്ളി വർക്ക് ചെയ്യുന്ന, ഫുള്ളി രജിസ്റ്റേർഡ്, ലൈസൻസ്ഡ് whatever. So fully certified ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ അസസർ ഓർ പിപ്പ് അസസർ നമ്മളെ കൂടെ നിന്നിട്ട് കുറച്ച് കേസസ് നമ്മുടെ കൂടെ അവരെ നമ്മൾ ഷാഡോ ചെയ്യണം 1 week
ലൈക്ക് മോസ്റ്റ് 3 കേസസ് ഡിഫറെന്റ് ഓൺ ആ ഒരു ഏത് കമ്പനിയാണോ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദം ആണ് കേട്ടോ. ആ അസസ്മെന്റ് പ്രൊവൈഡേഴ്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര ദിവസമാണ് അവരുടെ കൂടെ ഷാഡോ ചെയ്യുന്നതെന്നുള്ളത്. നമ്മളപ്പോൾ ഫുള്ളി എക്യുപ്ഡ് ആയിരിക്കും. ബേസിക്കലി റോൾ പ്ലേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ വരുമ്പോൾ ആ സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഫുള്ളി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരുപാട് HP ഹെൽത്ത് പ്രൊഫഷണൽസിനെ നമ്മൾ ഷാഡോ ചെയ്യുന്നുണ്ട്. ഒരുപാട് തന്നെ ദിവസങ്ങൾ നമ്മൾ ഷാഡോ ചെയ്യുന്നുണ്ട്. സോ അതായത് അവർ കോൾ ചെയ്യുമ്പോൾ വിൽ ബി ഓൺ ദ കോൾ വിത്ത് ക്ലൈമന്റിനെ വിളിക്കുമ്പോൾ. സോ എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും, സ്റ്റേജ് 4. അവിടെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5A+, ഇതിനകത്ത് ഗ്രേഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഗ്രേഡിങ് നമ്മൾ കിട്ടണം, നമുക്ക് 5A കിട്ടണം. എന്താ പറയാ, അതിൽ U പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമുക്ക് ശരിക്കും അമെൻമെന്റ്സും കാര്യങ്ങളും അതിന് കുറച്ച് സ്ട്രക്ചർ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. സോ എനിവേ അവിടെ നമ്മൾ അസസ്മെന്റ് പാസ് ആവണം. അത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റേജ് 5 പാസ്സായി. സ്റ്റേജ് 5 പാസ്സായി കഴിയുമ്പോഴേക്കും സോ ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് 6 months ബേസിക്കലി. സോ സ്റ്റേജ് 5 പാസ്സായി നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് തീർക്കാമെന്ന് ചിലപ്പോൾ പെട്ടെന്ന് പറ്റുമായിരിക്കും, അക്കോർഡിംഗ് ടു യുവർ കൈൻഡ് ഓഫ് നോളജ് ആൻഡ് ടൈപ്പിംഗ് സ്കിൽസ് ആൻഡ് എവറിഥിങ്. സോ അത് നമ്മൾ ചെയ്യുക ഒരു ബിഗ് ലേണിംഗ് കർവ് തന്നെയായിരിക്കും. ആദ്യം നമ്മൾ ഒരു കേസ് ഒരു ദിവസം ചെയ്ത് തുടങ്ങും, പിന്നെ 2 കേസാവും, 3 കേസാവും, പിന്നെ അതായത് ഒരു കേസ് 2 കേസ് കോമ്പിനേഷൻ, പിന്നെ 2 കേസ് 3 കേസ് കോമ്പിനേഷൻ, അവസാനം 3-ലെത്തും. സോ ബേസിക്കലി ഒരു ദിവസം 3 കേസസ് ആണ് നമ്മൾ ചെയ്യുക. ലോങ് കേസസ് ഉണ്ടാവും, ഷോർട്ട് കേസസ് ഉണ്ടാവും, ആവറേജ് കേസസ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. സോ ബേസിക്കലി ഞാനിപ്പോൾ എന്നെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ടെലിഫോൺ അസസ്മെന്റ്സിലാണ് ഞാൻ. സോ ഐ ബി കോളിംഗ് ദിസ് ക്ലെയിമൻസ്. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് ക്ലെയിമൻസിനെ വിളിക്കുന്നു. അവരുടെ ദർ ഇസ് എ സ്ട്രക്ചർ ആൻഡ് ദർ ഇസ് എ ഫോം, PA4 എന്നൊക്കെ പറഞ്ഞിട്ട് ഫോംസ് ഉണ്ട്. സോ ആ ഫോമിൽ നമ്മൾ ഡോക്യുമെന്റ്സ്, ബേസിക്കലി ഹിസ്റ്ററി കളക്ഷൻ, നമ്മൾ അവരെ എന്താണ് ആദ്യം സോഷ്യോ ഒക്കുപ്പേഷണൽ ഹിസ്റ്ററി. സോ ബേസിക്കലി അവിടെ where is accommodation, who they live with, do they drive, എഡ്യൂക്കേഷൻ എങ്ങനെയാണ്. ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ള പേഷ്യൻസ് ആണ്, എനിക്ക് ഓട്ടിസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ പിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അപ്ലൈ ചെയ്യാറുണ്ട്. ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് ഐ ജസ്റ്റ് തോട്ട് അബൌട്ട് ഇറ്റ്. എനിവേ സോ അങ്ങനെ വരുമ്പോൾ ഇഫ് ദർ ഇസ് നോ എവിഡൻസ് വി കാൻ പ്രൂവ് ഇറ്റ്. സോ അങ്ങനെ വരുന്ന ആൾക്കാർ അപ്പോൾ നമ്മൾ ചോദിക്കും എഡ്യൂക്കേഷൻ. സോ ഹാവ് യു അറ്റൻഡഡ് നോർമൽ സ്കൂൾ ഓർ ലൈക്ക് സ്പെഷ്യൽ സ്കൂളാണോ അറ്റൻഡ് ചെയ്തത്. ഇപ്പൊ നോർമൽ സ്കൂളാണ്, അവർക്ക് നോർമൽ സ്കൂളിൽ സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യണം. സോ ബേസിക്കലി നമ്മൾ ആ ഇൻഫർമേഷൻസ് എല്ലാം അവരിൽ നിന്ന് കളക്ട് ചെയ്യണം. എന്നിട്ട് അവർക്ക് കെയർ പ്ലാൻസ് ഉണ്ടായിരുന്നു ലേണിംഗ് സ്കൂളിൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കളക്ട് ചെയ്യാനുണ്ട്. സോ ദാറ്റ് വി വിൽ ബി ഗെറ്റിംഗ് ഓൾ ദ ഇൻഫർമേഷൻ. നമ്മൾ ട്രെയിൻഡ് ആയിട്ടായിരിക്കും നമ്മളത് ചെയ്യാൻ തുടങ്ങും. സോ എന്താ പറയാ, എല്ലാ കാര്യങ്ങളും ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹിസ്റ്ററി എന്താണ് നമ്മുടെ ഈ കണ്ടീഷൻ, ഓരോ കണ്ടീഷൻസും അതിന്റെ ഡീപ്പായിട്ട് നമ്മൾ എന്ത് ഡയഗ്നോസ് ചെയ്തു, ആരെയൊക്കെ കണ്ടു, എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു, എന്തൊക്കെയാണ് സിംറ്റംസ്, ഫ്ലക്ച്വേഷൻസ് ഉണ്ടോ, ഗുഡ് ഡേയ്സ് ബാഡ് ഡേയ്സ് ഉണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യും. പിന്നെ 12 ആക്ടിവിറ്റീസ് ബേസിക്കലി. അതിൽ 10 ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഡെയിലി ലിവിങ്ങും 2 ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ മൊബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ട്. സോ ബേസിക്കലി ആ ആക്ടിവിറ്റീസ് എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് എങ്ങനെയാണ് ഈ കണ്ടീഷൻ കാരണം അതിൽ അവർക്ക് അഫക്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി പ്രിപ്പയറിംഗ് ഫുഡ്. സോ ബേസിക്കലി ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ, ഫൈബ്രോമയാലജി ഉള്ള ആൾക്കാർക്ക് കൈ വിരലൊക്കെ വേദന എടുത്തിട്ട് അവർക്ക് ഇങ്ങനെ പീൽ ചെയ്യാനോ അല്ലെങ്കിൽ ഫുഡ് വീക്ക് ആയതുകൊണ്ട് കൈ വെച്ച് കട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാരുകളുണ്ടല്ലോ, അവരോട് ചോദിക്കും എങ്ങനെയാണ്. അപ്പൊ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ശരിക്കും നമ്മളത് ആദ്യം ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുക. അവസാനം നമ്മൾ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് വാട്ട് ആർ ദ മെഡിക്കേഷൻസ്, ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റിയിൽ അവരെങ്ങനെയാണ് ചെയ്യുന്നത്, വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ്, എന്നിട്ട് നമ്മൾ ആ ഒരു മെഡിക്കൽ കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്യുക. സോ എന്നിട്ട് ലാസ്റ്റ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈച്ച് ആൻഡ് എവറി 12 ആക്ടിവിറ്റീസിൽ നമ്മൾ റിപ്പോർട്ട് ജസ്റ്റിഫൈ ചെയ്യുക. അതായത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ABCD എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആക്ടിവിറ്റിയിലും. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ആക്ടിവിറ്റി 1 എന്ന് പറയുമ്പോൾ പ്രിപ്പറേഷൻ ഓഫ് മീൽസ് ആണ് കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ദേ ആർ ഇൻഡിപെൻഡന്റ്, രണ്ടാമെന്ന് പറയുമ്പോൾ എയ്ഡ്സ് വെച്ചിട്ട്
അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, ബേസിക്കലി എന്തെങ്കിലും ഫുഡ് പ്രോസസ്സറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എയ്ഡ്സ് വെച്ചിട്ട് അവർക്ക് അത് ക്യാരി ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അല്ലെങ്കിൽ മൂന്നാമത്തെന്ന് പറയുമ്പോൾ അവർക്ക് പ്രോംപ്റ്റിംഗ്, മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർ മോട്ടിവേറ്റഡ് അല്ല, ദേ ആർ നോട്ട് മോട്ടിവേറ്റഡ് ടു ഡു ദ പ്രിപ്പറേഷൻ ഓഫ് മീൽസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ആഴ്ചയിൽ മെജോറിറ്റി ഓഫ് ഡേയ്സ് അവർ ചെയ്യുന്നില്ല എങ്കിൽ സോ വി വിൽ മെജോറിറ്റി ഓഫ് ഡേയ്സ് അവിടെ നോക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ വി ഹാവ് ടു സ്റ്റഡി എ ലോട്ട് അബൌട്ട് ഇറ്റ് ബേസിക്കലി. സോ അത് നോക്കിയിട്ട് വി വിൽ ബി ലൈക്ക് സ്കോർ ചെയ്തിട്ട് എന്താണ് അവർ പറഞ്ഞത്. സോ എന്നിട്ട് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യണം. സോ റിപ്പോർട്ട് റൈറ്റിംഗിൽ ബേസിക്കലി വരുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ അവരെന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഹെഡിങ് 1. 2, നമ്മൾ എന്താണ് അവർക്ക് കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്റ്റർ, വിച്ച് നമ്മൾ ഇതിൽ ഏത് പോയിന്റ് സെലക്ട് ചെയ്തു. സോ വൈ ഐ സെലക്ടഡ് ഇറ്റ് എന്നുള്ളത്. സോ ഞാൻ ഇത് കൊടുത്തു ബിക്കോസ് അവർക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഹെൽത്ത് നമ്മുടെ എവിഡൻസിൽ മെഡിക്കേഷൻ ഇതൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, ഇങ്ങനെ പ്രോബ്ലം ഉള്ള ആർത്രൈറ്റിസ് ഉള്ള ആളാണ്. സോ അത് മെഡിക്കലി അങ്ങനെയുള്ളത് കൊണ്ട് ഇന്ന ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് പോസിബിൾ, ദാറ്റ് ഈസ് വൈ ഐ അഡ്വൈസ് ദാറ്റ് എന്നുള്ള രീതിയിൽ നമ്മളത് പറയും. എന്നിട്ട് ഇപ്പൊ മൂന്നാമത് സേ ഫോർ എക്സാമ്പിൾ അവർ പറയുന്നു എനിക്ക് അസിസ്റ്റൻസ് വേണം അവരുടെ, അതായത് പിപ്പ് അസസ്മെന്റിന്റെ ആ ഫോം അയച്ചപ്പോൾ അവര് പറഞ്ഞ പ്രോബ്ലം എനിക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആളുടെ അസിസ്റ്റൻസ് വേണം എന്നുള്ള രീതിയിലായിരിക്കും അവർ കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തത് എയ്ഡ്സ് ആയിരിക്കും. എയ്ഡ്സ് വെച്ചിട്ട് അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കും. പിന്നെ മൂന്നാമത്തെ ഒരു ഹെഡിങ് ഉണ്ട്. സോ അവിടെ നമ്മൾ പറയും എന്തുകൊണ്ട് നമ്മൾ എയ്ഡ്സ് കൊടുത്തു, എന്തുകൊണ്ട് അസിസ്റ്റൻസ് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഇൻ കേസ് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഹെഡിങ് 4 ഉണ്ട്, അവിടെ ഞാനിത് കൺസിഡർ ചെയ്താണ്. പക്ഷേ ഇതിൽ വേറൊരു എവിഡൻസിൽ അത് അങ്ങനെയായിരുന്നു, അതുകൊണ്ട് എനിക്കിത് കൊടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് റിലയബിളി, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. സോ ദാറ്റ് ഈസ് സോ മച്ച് ഡീപ്പ് ഇൻ ടു ഇറ്റ്. സോ വിൽ ഗെറ്റ് ട്രെയിൻഡ് ഇഫ് യു ആർ ലൈക് പ്ലാനിങ് ടു മൂവ് ഇൻ ടു ഇറ്റ്. എനിവേ, സോ അങ്ങനെ ചെയ്തിട്ട് റിപ്പോർട്ട് റൈറ്റ് ചെയ്ത് സോ ഐ സബ്മിറ്റ് ടു ദ DWP. സോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ആദ്യം എല്ലാം ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി എന്താണ് DWPക്ക് നമുക്ക് ആദ്യം തന്നെ കയറുമ്പോൾ ചെയ്യാൻ പറ്റില്ല. സോ വിൽ ബി ഗോയിങ് ത്രൂ ദാറ്റ് സ്റ്റേജസ്, ലേണിംഗ് കർവ്സും ആ സ്റ്റേജസും തന്നെയുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും ഫുള്ളി നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം സ്റ്റേജ് 4 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ സ്കോർ ഗ്രേഡ് കിട്ടണമെന്ന് പറഞ്ഞില്ലേ ഞാൻ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് എല്ലാ കേസസും നമ്മുടേത് ഓരോ നമ്മുടെ ക്ലിനിക്കൽ സപ്പോർട്ട് ലീഡ്സ് എന്ന് പറയും, CSLs, ദേ സ്ക്രീൻ ഇറ്റ്. അവര് എല്ലാ കേസും നമ്മൾ ചെയ്യുന്ന കേസ് എല്ലാം നോക്കിയിട്ട് ഈവൻ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്താണെങ്കിലും പെർഫെക്റ്റ് ചെയ്തിട്ട് നമുക്കത് വിടാൻ പറ്റത്തുള്ളൂ DWPക്ക്. സോ ആ സ്റ്റേജിൽ ബിക്കോസ് വി ആർ ന്യൂ, ആ സ്റ്റേജിൽ ഈച്ച് ആൻഡ് എവറി കേസ് അവർ നോക്കിയിട്ട് ഒരു മിനിറ്റ്. ഓക്കെ, സോ ഈച്ച് ആൻഡ് എവറി കേസ് അവർ നോക്കിയിട്ട് നമ്മുടെ ഫീഡ്ബാക്സ് തരും. ഫീഡ്ബാക്സ് എന്ന് പറഞ്ഞാൽ വളരെ ആദ്യത്തെ 6 months നമുക്ക് ശരിക്കും എന്താ പറയുക ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടും. അതങ്ങനെ അല്ല എഴുതേണ്ടത്, ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു അസിസ്റ്റൻസ്, നമുക്ക് അസിസ്റ്റൻസ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ അസിസ്റ്റൻസ് കൊടുക്കുമായിരിക്കും. അപ്പം മറ്റൊരു വന്നിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് പറയും ഇല്ല അവർക്ക് എയ്ഡ്സ് മറ്റേ അതൊക്കെ വെച്ചിട്ട് പറ്റുമല്ലോ, അവർ ഇതല്ലേ ഉള്ളൂ പ്രശ്നം, അതാണ് പറഞ്ഞിട്ട് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ ആ ഫീഡ്ബാക്ക് അനുസരിച്ച് വീണ്ടും നമ്മൾ അമെൻഡ് ചെയ്യണം. അമെൻഡ് ചെയ്തിട്ട് എന്താ പറയുക വീണ്ടും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരാൾ ഈ നമ്മൾ സബ്മിറ്റ് ചെയ്ത അമെൻമെന്റ് ഒന്നും കൂടി നോക്കിയിട്ട് എന്താ പറയുക നമുക്ക് ഓക്കെ നിങ്ങൾ വിട്ടോന്ന് പറഞ്ഞിട്ട് അവർ അപ്രൂവ് ചെയ്ത് വിടും. അങ്ങനെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ഇങ്ങനെ അമെൻമെന്റ് ഒന്നും വരാത്ത കേസസ് ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു എവിഡൻസ് നിങ്ങൾ കളക്ട് ചെയ്യാത്തത് കൊണ്ട് എന്താണ് നിങ്ങൾ വീണ്ടും ആ പേഷ്യൻ്റ് ഒന്ന് വിളിച്ച്, സോറി പേഷ്യൻ്റ് അല്ല ക്ലൈമന്റ് ഓക്കെ, സോ ക്ലൈമന്റിനെ വിളിച്ചിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഡേറ്റ കളക്ട് ചെയ്യേണ്ടി വരും. സോ ഞാനൊരു ഡിസബിലിറ്റി സേ ഫോർ എക്സാമ്പിൾ ഓട്ടിസം ഉള്ള പേഷ്യൻ്റ് ആണെന്ന് അവർ പറയുന്ന പേഷ്യൻ്റ്, ഞാൻ ചിലപ്പോൾ എന്താണ് അവർ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു, പക്ഷെ ബാക്കി ഫെർദർ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തില്ല. അവർക്ക് എഡ്യൂക്കേഷൻ കെയർ പ്ലാൻ ഉണ്ടായിരുന്നു, 1-to-1 സപ്പോർട്ടായിരുന്നു, അങ്ങനെയൊന്നും കളക്ട് ചെയ്തില്ല. അത് നമ്മുടെ ഓഡിറ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നു ഇതൊക്കെ കളക്ട് ചെയ്യേണ്ടായിരുന്നു, അത് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഫെർദർ അത് കറക്റ്റ് ഡിസിഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ വീണ്ടും അവരെ വിളിക്കേണ്ടി വരും. വിളിച്ചിട്ട് സോറി അത് അറേഞ്ച് ചെയ്യുന്നതൊക്കെ നമ്മളല്ല, ഇവരെ ഈ സ്കെഡ്യൂളിംഗ് ഒന്നും നമ്മളല്ല കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിന് സൈറ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. സോ ബേസിക്കലി ഹൈറാർക്കി എന്ന് പറയുമ്പോൾ ഒരു മാനേജർ ഉണ്ടായിരിക്കും, അവർ ക്ലിനിക്കൽ ആയിരിക്കില്ല.
പിന്നെ വേറൊരു ക്ലിനിക്കൽ സപ്പോർട്ട് ലീഡ് എന്ന് പറഞ്ഞിട്ട് അവരാണ് ക്ലിനിക്കൽ, അവർ ചിലപ്പോൾ നേഴ്സ് തന്നെ ആവണമെന്നില്ല, ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആയിരിക്കും. എൻ്റെത് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റാ ക്ലിനിക്കൽ സപ്പോർട്ട് ലീഡ് വരുന്നത്. ക്ലിനിക്കലി അവർ ഈ എന്താണ് കേസ് അസസ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സൈറ്റ് കോർഡിനേറ്റേഴ്സ്. ഈ മാനേജറിന്റെ കീഴിൽ വേറൊരു സീനിയർ സൈറ്റ് കോർഡിനേറ്റർ കാണും, സീനിയർ സൈറ്റ് കോർഡിനേറ്ററിന്റെ കീഴിൽ വേറൊരു സൈറ്റ് കോർഡിനേറ്റർ കാണും. സോ ആ സൈറ്റ് കോർഡിനേറ്റേഴ്സ് ആണ് നമുക്ക് ആൾക്കാരെ വിളിച്ചിട്ട് ഇന്ന സമയത്ത് എനിക്കിത് റീസ്കെഡ്യൂൾ ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും വിളിക്കണം എങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. നമ്മൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് സൈറ്റ് കോർഡിനേറ്റർ പ്ലീസ് ഇത് അറേഞ്ച് ചെയ്ത് തരണം, എനിക്ക് ഒരു തിരിച്ചു വിളിക്കാനുള്ള കോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ തന്നെ എല്ലാ കേസസും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ല, ജോലി തുടങ്ങുമ്പോൾ സോ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബോർഡിൽ നമുക്ക് എന്താണ് കേസസ് എല്ലാം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ബേസിക്കലി നമുക്ക് ഇതിന്റെ എക്യുപ്മെന്റ്സ്, എനിക്കൊരു ലാപ്ടോപ്പ്, പിന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പ് വലുത്, പിന്നെ മൗസ്, ഹെഡ്സെറ്റ്, ഇത്രയാണ് എക്യുപ്മെന്റ്സ് നമുക്ക് കിട്ടുന്ന നമ്മുടെ DWP നിന്ന് കിട്ടുന്നത്. സോ ബേസിക്കലി ആദ്യം ഇന്റർവ്യൂ സമയം പോകാം. സോ ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്ത് ബേസിക്കലി ഞാൻ ഇൻഡീഡിൽ ഞാൻ നോക്കി വേക്കൻസീസ് നോക്കിയിട്ട് ഒരു പ്രത്യേക ഏജന്റ്, ഞാനത് ഏജന്റിന്റെ പേരൊന്നും പറയുന്നില്ല. സോ ഇഫ് യു വോണ്ട് ടു നോ കോൺടാക്ട് മീ. ഞാൻ വേണമെങ്കിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഐ ഹാവ് ലുക്ഡ് ഇൻ ടു ഇൻഡീഡ് ജോബ്സ് നോക്കി. ഞാൻ റീലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മാഞ്ചസ്റ്ററിലായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രസ്റ്റലിലേക്ക് പെട്ടെന്ന് റീലൊക്കേറ്റ് ചെയ്തു വീട് മേടിച്ചിട്ട്. ആ സമയത്ത് ഇവിടെ ട്രസ്റ്റിൽ NHS ഒന്നും വേക്കൻസി ഉണ്ടായിരുന്നില്ല. പിന്നെ കെയർ ഹോം പോകാനും റിസർച്ചിൽ ബാൻഡ് 6 ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ റിസർച്ചിൽ നിന്ന് നേരെ കെയർ ഹോമിൽ പോകാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ സമയത്തുള്ള വേക്കൻസി ഒന്നും ഉണ്ടായിരുന്നില്ല, ഓപ്പൺ ആയിരുന്നില്ല. സോ ഐ തോട്ട് വൈ നോട്ട് ടേക്ക് റിസ്ക് എന്നുള്ള രീതിയിൽ ഇത് ചെയ്തു. ഇൻഡീഡിൽ നോക്കി. സോ നിങ്ങൾ എല്ലാവർക്കും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഇസ് ലൈക്ക് 5 years ഇവിടെ ഉള്ള ആൾക്കാർക്ക് ILR കിട്ടിയവർക്ക് മാത്രമേ പറ്റുള്ളൂ. ബിക്കോസ് അവർ സ്പോൺസർഷിപ്പ് COS പ്രൊവൈഡ് ചെയ്യത്തില്ല. ഐ ഹാവ് മിസ്ഡ് ടു ടെൽ ദാറ്റ് ബിഫോർ. എനിവേ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ILR ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് അവർ തരാത്തതുകൊണ്ട്. സോ ILR സിറ്റിസൺഷിപ്പ് whatever, അത് ILR അങ്ങോട്ട് പിന്നെ പ്രശ്നമില്ല. സോ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡീഡ് വഴി കോണ്ടാക്ട് ചെയ്യുക. ഇൻഡീഡ് അപ്ലൈ ചെയ്യുക. ബേസിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ അവർ വിളിച്ചിട്ട് നമുക്ക് ഏജൻസ് ആണെങ്കിൽ ഡയറക്റ്റ് ഈ അസസ്മെന്റ്, സേ ഫോർ എക്സാമ്പിൾ മാക്സിമസ് ഉണ്ട്, അറ്റോസ് ഒക്കെ മാറി, മാക്സിമസ് ഉണ്ട്, പിന്നെ ഞാനിപ്പോൾ മാക്സിമസിലാണ്, മാക്സിമസ് ഉണ്ട്, പിന്നെ ആസ്പെക്ട്, സെർക്കോ, അങ്ങനെ കുറച്ച് ഡിഫറെന്റ് ഏരിയാസ് അനുസരിച്ച്. ഇംഗ്ലണ്ടിൽ തന്നെ നോർത്ത് വെസ്റ്റിൽ മാക്സിമസ് ചെയ്യുന്നത്, സ്കോട്ട്ലൻഡ് ആൻഡ് നോർത്ത് വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്. സോ ഞാൻ അതിന്റെ കീഴിലാണ്. പിന്നെ അതുപോലെ തന്നെ സെർക്കോ, അങ്ങനെ ഒരുപാട് കമ്പനീസ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് കമ്പനീസ്. സോ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആണ് മാക്സിമസ് എന്ന് പറയുന്നത്. സോ എനിവേ, സോ അവർ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നത് കൊണ്ട്, ഏജൻസി വഴി ചെയ്യുന്നത് കൊണ്ട്, ഏജൻസി വഴി ചെയ്യുമ്പോഴുള്ള ഗുഡ് തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അവർക്കും ഒരാളെ ഒരാളെ റെഫർ ചെയ്ത് അവര് റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ഗെറ്റ് കമ്മീഷൻ ആസ് വെൽ. സോ അതുകൊണ്ട് ദേ വിൽ ഗീവ് സം ടൈം ടു അസ്. അല്ല ഡയറക്റ്റ് മാക്സിമസ് കോൺടാക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡോണ്ട് ഗീവ് എനി സ്പെസിഫിക് ഇന്റർവ്യൂ ടിപ്സോ അങ്ങനെ പറയുമായിരിക്കും. അത് റെഫർ ചെയ്യൂ, ഇത് റെഫർ ചെയ്യൂ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഏജൻസ് ആവുമ്പോൾ ദേ വിൽ നോ, ബിക്കോസ് അതായത് ഞാനിപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഏജന്റ് ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് മീ എ ലോട്ട്. നല്ല രീതിയിൽ എനിക്ക് ഈ പ്രത്യേകിച്ച് ആ ഒരു പുള്ളി നല്ല രീതിയിൽ എങ്ങനെയൊക്കെ പറയണം ആൻസേഴ്സ്, എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു നല്ല ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വരുന്നത്. നമ്മൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെയും സേഫ് ഗാർഡിങ്ങിന്റെ അങ്ങനെ കുറെ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതെല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് പാക്ക് ചെയ്ത് ഫുള്ളി ഇതാക്കുന്നില്ല. ഇൻ കേസ് വേണമെങ്കിൽ കമന്റ് ചെയ്യൂ. ഞാനത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ എ പിപ്പ് അസസർ എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇടാം. അല്ലെങ്കിൽ ടോപ്പിക് ഡൈവേർട്ട് ടൈപ്പ്, സോറി. ഓക്കെ, എനിവേ, സോ അത് അവര് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഓൺലൈൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ലിങ്ക് അയച്ചു തരും. അതിൽ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈപ്പിംഗ് സ്കിൽസ്.
ടൈപ്പിംഗ് സ്കിൽസ് അങ്ങനെ ഭയങ്കര ടൈപ്പിംഗ് സ്കിൽസ് വേണമെന്ന് ഞാൻ നാട്ടിൽ എന്താണ് നമ്മളിപ്പോൾ പഠിച്ചപ്പോഴൊന്നും ടൈപ്പ് ചെയ്തുകൊണ്ടല്ല പഠിച്ചത്. ഞാൻ സാധാ രീതിയിൽ തന്നെയാണ്. നമുക്ക് കമ്പ്യൂട്ടർ അറിയാം, കമ്പ്യൂട്ടർ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ പീരീഡിൽ കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെയുള്ള ഇതല്ലാണ്ട് ടൈപ്പിംഗ് ഞാൻ പ്രത്യേകിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. സോ നമ്മൾ പിന്നെ നമ്മുടെ EPR ഹോസ്പിറ്റലിലും പിന്നെ റിസർച്ചിലും ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ ഐ എം നോട്ട് പ്രൊഫിഷ്യന്റ് ഇൻ ടൈപ്പിംഗ് സ്കിൽസ് അതുകൊണ്ട് ഇത് കിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോകണ്ടെന്ന് ഓർത്തിട്ട് പറഞ്ഞാണ്. സോ അപ്പോൾ എന്താണ് നമുക്ക് അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്തൊക്കെയാണ് എന്താണ് നമ്മുടെ ക്വാളിറ്റീസ് അസസ്മെന്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും പിന്നെ ഇതുപോലെ ഒരു വീഡിയോ കാണിച്ചിട്ട് നമ്മൾ അതിൽ പറയുന്ന അവരെന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അത് അവര് ആദ്യം ഇനീഷ്യൽ അസസ്മെന്റ് അത് ഇനീഷ്യൽ അസസ് ചെയ്തിട്ട് ഓക്കെ യു ഹാവ് പാസ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇമെയിൽ വരും. പാസ് ചെയ്തില്ലെങ്കിൽ പാസ് ആയിട്ടില്ല എന്നും പറയും. അത് വളരെ ഭയങ്കര ടഫ് ഒന്നുമല്ല, എന്നിട്ട് ഭയങ്കര ഈസി അല്ല. ഓക്കെ, സോ എനിവേ അത് കഴിയണം. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ടഫാണ് കേട്ടോ. ഇന്റർവ്യൂ ടഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമ്മുടെ NHS ബാങ്ക് 6 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ആ ഒരു ടഫ്നെസ് ഉണ്ടാവും. എന്താ പറയുക, അവര് നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാതിരിക്കില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഏജന്റ് അവർക്കൊക്കെ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഇന്റർവ്യൂവിന് വിട്ടിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ അവർ വിളിച്ചിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ദേ ഡു ഹാവ് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം അറിയാം അവർക്ക്. സോ അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഏതൊക്കെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ആ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മ ഉണ്ടാവും. ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ എനിവേ സോ ദാറ്റ് ടൈം വി നോ. ഞാൻ അപ്പോൾ തന്നെ എഴുതി വെച്ചു കേട്ടോ കുറെ ക്വസ്റ്റ്യൻസ് ഇൻ കേസ് ഇഫ് യു നീഡ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞുതരാം. എനിവേ ദാറ്റ്സ് ഫൈൻ. എന്താ എനിക്ക് കമ്മീഷൻ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ഐ എം ജസ്റ്റ് സെയിങ് ലൈക്ക് ഇഫ് യു വോണ്ട് ഇഫ് യു ആർ പ്ലാനിങ് ടു നമുക്ക് ഞാൻ പറഞ്ഞുതരാം എന്നുള്ളതാണ്. എൻ്റെ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിവേ അപ്പോൾ ഞാൻ എന്താണ് നമ്മൾ കഴിഞ്ഞു ഇന്റർവ്യൂ ഇസ് ബിറ്റ് ടഫ്. അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം. പ്രസന്റേഷൻസ് ഒന്നുമില്ല, പക്ഷെ നമ്മുടെ ഇന്റർവ്യൂ ആണല്ലോ പ്രസന്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ദാറ്റ്സ് ഫൈൻ. അത് കഴിഞ്ഞ് നമ്മുടെ റെഫറൻസും ആസ് യൂഷ്വൽ DBS ആൻഡ് റെഫറൽസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ പെട്ടെന്ന് നടക്കും. നമ്മൾ ആദ്യം പ്രൊബേഷൻ സമയത്ത് വി ആർ ലൈക്ക് പ്രൊബേഷൻ സമയത്ത് എന്നല്ല, ആദ്യത്തെ കുറച്ച് നാൾ നമ്മൾ പ്രൊബേഷൻ ആയിരിക്കും. സോ അക്കോർഡിംഗ് ടു നമ്മുടെ എന്താണ് മാൻഡേറ്ററി ആയിട്ട് ഫസ്റ്റ് 6 months പ്രൊബേഷൻ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പ്രൊബേഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളി അസസ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അങ്ങനെ ഫുള്ളി അസസർ ആകും. ഈവൻ പ്രൊബേഷനിലാണെങ്കിലും നമ്മുടെ ടൈപ്പിംഗ് സ്കിൽസ് എത്രയും സമയത്തിനുള്ളിൽ നമ്മളത് ചെയ്യുന്നുണ്ടോ, നമ്മൾ 3 എണ്ണം കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കും. നമ്മുടെ അത്രയും നാളത്തെ ആ ലേണിംഗ് കർവ് നോക്കും. എന്നിട്ട് പിന്നെ നമുക്ക് പ്രൊബേഷൻ റിവ്യൂ ചെയ്തിട്ട് പ്രൊബേഷൻ ചെയ്ത് പെർമനന്റ് ആക്കുന്നത്. ആദ്യത്തെ എത്ര നാൾ പ്രൊബേഷൻ ആയിരിക്കും ആദ്യം. പിന്നെ പ്രോസ് ആൻഡ് കോൺസ്. സോ ഇത് നല്ലതാണോ? നല്ലതാണ്. ബെനിഫിറ്റ്സ് ഞാൻ ആദ്യം പറയാം. സോ ബെനിഫിറ്റ്സ് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ കുറെ സോഫ്റ്റ് സ്കിൽസ്, നമ്മൾ ഇവരോട് സംസാരിക്കാനുള്ള സ്കിൽസ് ഉണ്ടല്ലോ, വി ക്യാൻ ഡെവലപ്പ് ദാറ്റ്. മിക്കവാറും എല്ലാവരോടത്തും സംസാരിക്കുമ്പോഴും ഡിസേബിൾഡ് ആൾക്കാരാണ്. ഈവൻ എന്താണ് നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഡെവലപ്പ് ചെയ്യും. നമുക്ക് ആ ഒരു കമ്പാഷനേറ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ആ ഒരു ദാറ്റ് എബിലിറ്റി വിൽ ഗോ അപ്പ്. ആൻഡ് ഓൾസോ ടൈപ്പിംഗ് സ്കിൽസ്. നമുക്ക് ടൈപ്പിംഗ് സ്കിൽസ് നമ്മൾ വി ആർ ടൈപ്പിംഗ് വെൻ വി ആർ അസസിങ്. ലൈക്ക് അവരോട് ചോദിക്കുമ്പോൾ അക്കോമഡേഷൻ, നമുക്ക് അതിന് ഫോമാറ്റ് ടെംപ്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതായത് നമുക്ക് ഇപ്പോൾ അക്കോമഡേഷനെ കുറിച്ച് ചോദിക്കണം, പെറ്റിനെ കുറിച്ച് ചോദിക്കണം, എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് തന്നെ ജസ്റ്റ് ഒരു ജനറൽ ടെംപ്ലേറ്റ് ഉണ്ട്. നമുക്ക് ബാക്കി അവരുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ നമ്മളത് ടൈപ്പ് ചെയ്യണം. സോ സേ ഫോർ എക്സാമ്പിൾ അക്കോമഡേഷൻ, അതെല്ലാം നമുക്ക് ആദ്യമേ അതിനകത്ത് കോപ്പി ചെയ്ത് വെക്കാം. ദാറ്റ് ഇസ് പ്രിപ്പ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് നമ്മൾ അവരുടെ ചോദിക്കുമ്പോൾ അവരെവിടെയാണ് ലിവ്സ് ഇൻ എ 3 bedroom ഹൗസ്, ലിവ്സ് വിത്ത് ദ വൈഫ്, ദേ ഡോണ്ട് നീഡ് ടു കെയർ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് എൻറ്റർ ചെയ്യണം. അപ്പോൾ എന്താണ് പ്രിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ടൈപ്പ് ചെയ്യണം, ടൈപ്പിംഗ് വൈൽ അസസിങ്. പിന്നെ നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയാനായിട്ട് എന്താ പറയുക, നമുക്ക് ഓൾറെഡി വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ 9 to 5 ആണ് ജോബ് റോള്. പിന്നെ നമുക്ക് എന്താ പറയാ ആ ഒരു അത്രയും എന്താണ് സ്ട്രെസ് ലെവൽ ഇൻ ദ സെൻസ് ലൈക്ക് വാർഡിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സ്ട്രെസ് ലെവൽസ് ഉണ്ടാവില്ല.
ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. ആദ്യത്തെ 6 months സ്ട്രെസ് തന്നെയാണ്. ബിക്കോസ് നമ്മൾ ആ ഒരു ട്രെയിനിങ്, നമ്മളതെല്ലാം അസസ്മെന്റ്സ് പാസ്സാവണം, റോൾ പ്ലേസ് എല്ലാം ചെയ്യണം, അതിന്റെയൊക്കെ ഒരു സ്ട്രെസ്സസ് ഉണ്ടാവും. അത് ഏത് ജോലിയിൽ കയറിയാലും നമുക്ക് അത് സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ വർക്കിംഗ് ഫ്രം ഹോം ആണ്. എൻ്റെ ജോബ് റോള് ലൈക്ക് ഹൈബ്രിഡ് റോളാണ്. അതായത് 3 days വർക്കിംഗ് ഫ്രം ഹോം, 2 days ഓഫീസ്. പക്ഷെ ഇതുവരെ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടില്ല. ബിക്കോസ് കോവിഡിന് ശേഷം ഒരു ഓഫീസൊക്കെ തന്നെ എല്ലാം ചെയ്യുന്നില്ല. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവർ റീഓപ്പൺ ചെയ്യാൻ, ലൈവ് ഫേസ് ടു ഫേസ് അസസ്മെന്റ്സ് റീഓപ്പൺ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ സമയത്ത് നമുക്ക് ഫേസ് ടു ഫേസിന്റെ എന്താണ് ട്രെയിനിങ് തന്നിട്ടായിരിക്കും. ഞാനിപ്പോൾ ടെലിഫോണിലാണ് എന്നെ ട്രെയിനിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഫേസ് ടു ഫേസിൽ ട്രെയിൻ ചെയ്യും. അപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ 2 ദിവസം ഓഫീസിൽ, നിയറസ്റ്റ് ഓഫീസ് ഏതാണോ അവിടെ നമ്മൾ പോകേണ്ടി വരും. 2 ദിവസം നമ്മൾ ഈ വീട്ടിലിരുന്ന് ചെയ്യുന്ന പണി തന്നെ അവിടെ ചെന്നിട്ട് ഫേസ് ടു ഫേസ് അസസ്മെന്റ് ചെയ്യാം. സോ ബേസിക്കലി എന്താണ് കോൺസ് എന്ന് പറയുന്നത്, ഡിസഡ്വാൻറ്റേജസ്. സോ ഇത് NHS അല്ല. സോ ദാറ്റ് ഇസ് ലൈക്ക് പ്രൈവറ്റ് കമ്പനി. നമ്മൾ ഒരുപാട് തന്നെ നമ്മുടെ നഴ്സസിന്റെ ഡിപ്പെൻഡൻസ് ഒക്കെ ആണെങ്കിൽ HMRCയിലും പിന്നെ ഈ പറഞ്ഞ മാതിരി പോസ്റ്റ് ഓഫീസിലും എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ പറയാ, പ്രൈവറ്റ് എന്ന് പറഞ്ഞ് ആ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ NHSൽ നമ്മുടെ സിക്ക് ലീവ് എന്താ പറയാ നമുക്ക് കിട്ടുന്ന പോലെയോ, അല്ലെങ്കിൽ NHSന്റെ ബെനിഫിറ്റ്, ഇതിൽ ബെനിഫിറ്റ് ഇല്ല എന്നല്ല കേട്ടോ, ബെനിഫിറ്റുകളുണ്ട്. അതായത് നമുക്ക് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ്, പ്രൈവറ്റ് ഹെൽത്ത് എന്തോ ബ്യൂപേയുടെ ഒക്കെ ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കൂടുതൽ. പക്ഷെ ബ്യൂപേയുടെ ഒക്കെ പ്രൈവറ്റ് കൺസൾട്ടേഷന്റെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള എന്താണ് കാര്യങ്ങളുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. പെൻഷന്റെ കാര്യം എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ പെൻഷൻ ഉണ്ട്, നല്ല പെൻഷൻ ആണെന്ന് എല്ലാവരും പറയുന്നു. പിന്നെ നമ്മുടെ NHS ഫ്ലീറ്റ് പോലെ തന്നെ നമ്മുടെ സാലറി സാക്രിഫൈസ് വഴിയുള്ള ഏതോ ഒരു കമ്പനിയുടെ നമ്മുടെ ഈ കാറൊക്കെ എടുക്കാനുള്ള പരിപാടി, NHS ഫ്ലീറ്റ് നമുക്ക് അറിയാലോ. സോ NHS ഫ്ലീറ്റ് പോലെ തന്നെ കാറൊക്കെ നമുക്ക് സാലറി സാക്രിഫൈസ് വഴി ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ NHSനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ബെനിഫിറ്റ്സ് തന്നെ വരണമെന്നില്ല. പിന്നെ പ്രൊബേഷൻ കഴിയുന്നത് വരെ എന്താണ് നമ്മൾ യു ഹാവ് ടു ബി കെയർഫുൾ. ലൈക്ക് NHS അല്ലല്ലോ, പ്രൊബേഷൻ ആകുമ്പോൾ നമ്മുടെ എന്താണ് സിക്നെസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ മോണിറ്റർ ചെയ്യും. നമ്മുടെ NHSലാകുമ്പോൾ ഉള്ള ആ ഒരു ബെനിഫിറ്റ്സ് പ്രൊബേഷൻ കഴിയുമ്പോഴേ കുറച്ചുകൂടി ബെനിഫിറ്റ്സ് തരത്തുള്ളൂ. സോ എന്താ പറയുക, അത് കോൺസ് ആണ്. പിന്നെ പീപ്പിൾ പേഴ്സൺ ആണെങ്കിൽ, അതായത് നമ്മൾ ഈ ഫേസ് ടു ഫേസ് ആൾക്കാരെ കണ്ട് നമുക്ക് അവരോട് സംസാരിച്ച് ആ ഒരു ഇന്ററാക്ഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കും. എപ്പോഴും വീട്ടിൽ തന്നെയാണ് എന്നുള്ള ഒരു ബോറടി വരും. എനിക്കുണ്ട് കേട്ടോ, ബോറടി ഉണ്ട്. എനിക്ക് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആൾക്കാരെ കാണാത്തതിന്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ സംസാരിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുന്നുണ്ട്. വി ആർ റിയലി ഗുഡ്. ലൈക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ആ ഒരു എന്താണ് മടിയും ആ ഒരു എന്താ പറയാ ദാറ്റ് എബിലിറ്റി വിൽ ഇൻക്രീസ് ബേസിക്കലി. സോ നമ്മൾ അവരോട് സംസാരിച്ചിട്ട് അതായത് നമുക്കിപ്പോൾ തന്നെ ഒരു ആ സെയിം സ്ഥലത്ത് നിന്ന് നമ്മുടെ ക്യൂൻസ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെ കിട്ടണമെന്ന് അങ്ങനെയല്ല, നമുക്ക് കിട്ടത്തില്ല. നമ്മള് ചില ഇൻസ്റ്റഗ്രാം വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ പറയുന്ന സ്കോട്ട്ലൻഡ്, വെയിൽസ്, ലിവർപൂളിലൊക്കെ പറയുന്ന പോലത്തെ അതൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ബാഡ്. നമ്മള് മലയാളീസ് ഒരുപാട് പേരുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനകത്ത് കയറിയിട്ട് 1-2 പേരെ കണ്ടു മീൻസ് നോട്ട് ഫേസ് ടു ഫേസ് ഞാൻ ആരെയും കാണുന്നില്ല. പക്ഷെ 1-2 പേര് ഉണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി. പക്ഷെ എന്റെ ടീമിലൊന്നും മലയാളീസ് ആരും ഇല്ല കേട്ടോ. ഗോയിങ് ഫോർവേഡ് എനിക്ക് തോന്നുന്നു ഇനിയുള്ള, ബിക്കോസ് നമ്മുടെ നേരത്തെ ഉള്ള ആൾക്കാര് മലയാളീസ് ആണെങ്കിലും ബേസിക്കലി എല്ലാവരും NHSന്റെ കംഫർട്ട് സോണിൽ നിന്ന് മാറാണ്ട് ഒരുപാട്, നമ്മുടെ ഇപ്പോൾ ഉള്ള ആൾക്കാരാണെങ്കിലും NHSന്റെ കംഫർട്ട് സോണിൽ നിന്ന് മാറാൻ ആരും ആഗ്രഹിക്കുന്നില്ല. സോ എന്താ പറയുന്നത് വെച്ചാൽ, സോ ഐ എം എ പേഴ്സൺ ലൈക്ക് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് റിസ്ക് ടു ബി ഓണസ്റ്റ്. അത് എന്താ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഞാൻ വിസയിലായിരുന്നപ്പോൾ ഫസ്റ്റ് 5 years നമ്മൾ വിസയിലായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് റിസർച്ചിലേക്ക് ഞാൻ മാറി. ആ സമയം ഫിക്സഡ് ടേം എന്ന് പറഞ്ഞിട്ട് റിസർച്ചിൽ വേക്കൻസി വന്നത് കേട്ടോ. അപ്പം ഇനി എന്ത് എന്നുള്ള കാര്യം ആ സമയത്ത് ശരിക്കും അവര് സ്പോൺസർഷിപ്പ് തരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് മിക്കവാറും എല്ലാം റിസർച്ചിൽ വർക്ക് ചെയ്യുമ്പോൾ ഫിക്സഡ് ടേം ആയിട്ട് ചിലർക്ക് പെർമനന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫിക്സഡ് ടേംസ് ഒക്കെ ആയിരിക്കും. ആ നമ്മുടെ ഈ സ്റ്റഡിയുടെ ഇത് ചെയ്തിട്ട് സ്റ്റഡീസ് ഒന്നും എൻഡ് ചെയ്യുന്നില്ല. ഈവൻ ദോ ഓരോ വർഷവും അത്
റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈവൻ എനിക്കത് അറിയില്ലായിരുന്നു. അത് കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് എന്താണ് പറഞ്ഞൊന്നും വിടത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ പെർമനന്റ് ആയി. എനിവേ അങ്ങനെ ഒരു റിസ്ക് ഞാൻ എടുത്തായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ റിസർച്ചിൽ നിന്ന് ഞാൻ ബാൻഡ് 6 ആയിരുന്നു. ഇപ്പോൾ ഇതിൽ സാലറി ബേസിക്കലി ബാൻഡ് 6 പോലെ തന്നെ സാലറി കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ NHS വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ NHS ബാൻഡ് 6 സാലറി കൂടിയിട്ടുണ്ട്, ബേസിക് പേ കൂടിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ല. പക്ഷെ സെയിം സാലറി എനിക്ക് ഞാനിപ്പോൾ അതിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ സെയിം സാലറി തന്നെ ആയിരിക്കും എന്താണ് വരുന്നത്. ബാൻഡ് 6 സാലറി തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇതിൽ പ്രൊമോഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് CSL ഞാൻ പറഞ്ഞ ഈ ക്ലിനിക്കൽ സപ്പോർട്ട് ലീഡായിട്ടോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ടീമിലോ അല്ലെങ്കിൽ എന്താണ് പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്ന ടീംസ്, പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, എഡ്യൂക്കേഷൻ, ഇതുപോലെ പുതിയ ആൾക്കാർ വരുമ്പോൾ അതിന് അങ്ങനത്തെ ടീംസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതാണ് മുകളിലേക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഒരുപാടൊക്കെ മുകളിലേക്ക് പോകാനായിട്ട് പിന്നെ എന്താ പറയുക, നമ്മൾ അല്ലെങ്കിൽ MBAs അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എടുത്ത് ഈ പറഞ്ഞ മാതിരി മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ നോക്കാം. ലോങ് ടേം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇഫ് യു വാണ്ട് ടു ലൈക്ക് വർക്കിംഗ് ഫ്രം ഹോം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഇല്ലാത്തതിന്റെ, വീട്ടിൽ തന്നെ ആകുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സോ എന്താ പറയാ, നമ്മൾ ആരെയും കാണുന്നില്ല. ദേ വിൽ മേക്ക് ലൈക്ക് ടീം മീറ്റിംഗ്സും. ഇത് ഞാൻ സെപ്റ്റംബർ കയറിയതിനു ശേഷം ഞങ്ങളുടെ മാനേജറിനൊക്കെ വയ്യാണ്ടായതുകൊണ്ട് അവര് ടീം ലൈക്ക് എന്താണ് ടീം മീറ്റിംഗ്സോ ലൈക്ക് അറേഞ്ച്മെന്റ്സോ ലൈക്ക് മീറ്റിംഗ് ഔട്ട്സൈഡ് അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇതുവരെയും സെറ്റ് ആക്കിയില്ലായിരുന്നു. സോ അതുപോലെ തന്നെ there are like so many ഷഫ്ലിംഗ് ഒക്കെയാണ് നടന്നായിരുന്നു. അതായത് നോർത്ത് വെസ്റ്റ്, നോർത്ത് സെൻട്രൽ, നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷഫിളൊക്കെ നടന്നു. അപ്പോൾ അവര് ഒരുപാട് പേര് തന്നെ പുതിയ ടീമായി. അപ്പോൾ അതുകൊണ്ട് അതായത് ബിക്കോസ് ഇപ്പോൾ എന്താണ് പീപ്പിൾ അസസ്മെന്റിന്റെ കുറെ കാര്യങ്ങൾ, അതായത് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതുകൊണ്ട് ആൾക്കാർ കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ടും കൂടുതൽ ആൾക്കാർ വന്നപ്പോൾ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ചെറിയ ചെറിയ ടീമുകളായിട്ട് മാറ്റി ശരിക്കും. സോ അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെ കാണാത്തത് കൊണ്ട് ബേസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഇസ് വർത്ത് ട്രൈയിങ്. നിങ്ങളിപ്പോൾ നിങ്ങൾക്കൊരു എന്താണ് മാറി ചിന്തിക്കണം എന്നുള്ള ഒരാളാണെങ്കിൽ യു ക്യാൻ ട്രൈ ഇറ്റ്. ഞാനിതിൽ നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഞാൻ 2 and 4 years ഉള്ള 2 പിള്ളേരുടെ അമ്മയാണ്. സോ ബേസിക്കലി അപ്പോൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്നു. ഫ്ലെക്സിബിലിറ്റി ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്നില്ല, അല്ല സാറ്റർഡേ സൺഡേയും മൺഡേ നൈറ്റുമാണ് വർക്ക് ചെയ്യുന്നത്. സോ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. സാറ്റർഡേ സൺഡേ മൺഡേ വർക്ക് ചെയ്യുന്നു, മൺഡേ നൈറ്റ്, സാറ്റർഡേ സൺഡേ ലോങ് ഡേയ്സും മൺഡേ നൈറ്റ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പുള്ളി ഒരു ദിവസം നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന്റെ ഉറങ്ങുന്നതിന്റെ വലിയ കുഴപ്പമില്ല, പുള്ളി അഡ്ജസ്റ്റ് ചെയ്തോളൂ ഒരു ദിവസം ആയതുകൊണ്ട്. എനിവേ ഒരു കൊച്ചിനെ നഴ്സറിയിലാക്കും. ഒരു കൊച്ചു 2 years ആയിട്ടുള്ളൂ. നഴ്സറിയിൽ 15 years വേണമെങ്കിൽ ആക്കാം. പക്ഷേ രണ്ടും ഒരിടത്ത് കിട്ടാത്തത് കൊണ്ടും എന്താ പറയാ 3 years ആയിട്ട് ഒരേ സ്കൂളിൽ തന്നെ ആകുമ്പോൾ ഒരു സമയത്ത് പോയി കൊണ്ടുവന്നാക്കിയാൽ മതി, പല സ്ഥലത്ത് ഇങ്ങനെ പോകണ്ട എന്നൊക്കെ ഉള്ള ഒരു റീസൺസ് കൊണ്ട് ഷീസ് ഹിയർ അറ്റ് ഹോം. സോ പുള്ളി കുഞ്ഞിനെ നോക്കുന്നു. പിന്നെ എന്താ പറയാ നഴ്സറിയിൽ പിള്ളേരെ കൊണ്ടുവന്നാക്കുന്നതാണ്. സോ ആ രീതിയിൽ വി ക്യാൻ അഡ്ജസ്റ്റ് ബോത്ത്. നമ്മൾ രണ്ടുപേരും ഫുൾ ടൈം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ദാറ്റ് ഇസ് ഓക്കെ ഇഫ് യുവർ പാർട്ട്ണർ ഇസ് ലൈക്ക് ഓക്കെ ടു കൈൻഡ് ഓഫ് ടേക്ക് ഓവർ ദാറ്റ് മൺഡേ ടു ഫ്രൈഡേ പിള്ളേരെ സ്കൂൾ റൺസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഞാൻ ലോങ് റൺ നിൽക്കുമോ എന്നുള്ളത്. സോ ബേസിക്കലി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആൾക്കാരെ കാണാണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സോ കുറച്ച് നമുക്ക് റെസ്റ്റ് എടുക്കണം, അതിൽ നിന്നും മാറി നിൽക്കണം എന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് ട്രൈ ഇറ്റ്. നമുക്ക് ട്രെയിനിങ് സമയത്ത് നമ്മുടെ സാലറി കിട്ടുന്നുണ്ട്. ഫസ്റ്റ് 6 months പ്രൊബേഷൻ സമയത്താണെങ്കിൽ നമുക്ക് 2 weeks നോട്ടീസ് പീരീഡേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ പോകണം എന്നുണ്ടെങ്കിൽ പോകാം. ഞാൻ പോകാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാനല്ല പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ NHS വർക്ക് ചെയ്തിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് വീണ്ടും NHS തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ്. ബിക്കോസ് നമ്മൾ അത്രയും നാൾ ഇപ്പോൾ 5 years ഒക്കെ വർക്ക് ചെയ്തിട്ട് NHS വരുമ്പോൾ നമുക്ക് ഈ സാലറി ഇൻക്രിമെന്റ് ഉണ്ടല്ലോ, നമ്മൾ ബാൻഡ് 6 ആയിട്ട് നിന്നിട്ട് ഇത്രയും വർഷം നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് സാലറി ഇൻക്രീസ് ചെയ്യും. ആ ബാൻഡിൽ തന്നെ
ഇപ്പോൾ 38 to 40 എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും സമയം നമ്മൾ ഓരോ വർഷം കഴിയുന്നതോറും. അപ്പോൾ അങ്ങനെ ഇൻ കേസ് നിങ്ങൾ NHS നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇതിൽ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ, ദ പ്രോബ്ലം ഇസ് ലൈക്ക് വെൻ യു ഗോ ബാക്ക് ആസ് ബാൻഡ് 6, നിങ്ങൾ ആ ബാൻഡിന്റെ ആദ്യത്തെ ലെവലിൽ നിന്ന് തുടങ്ങും. അപ്പോൾ ആ അത്രയും നാളത്തെ ആ സാലറിയുടെ സംഭവം, പിന്നെ ആനുവൽ ലീവിന്റെ കണ്ടിന്യൂസ് NHS സർവീസിന്റെ ആനുവൽ ലീവിന്റെ കാര്യങ്ങളും നമുക്ക് 5 years ഒക്കെ കഴിയുമ്പോൾ 2 ദിവസം കൂടുതൽ, പിന്നെ 10 years കഴിയുമ്പോൾ ഇത്ര കൂടുതൽ 2 ദിവസം, അങ്ങനെ എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ലൂസ് ആവും. ദാറ്റ് എനിക്ക് ലൂസായി. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ യു ക്യാൻ കമന്റ് ചെയ്യാം. ഞാൻ പറ്റുന്ന മാക്സിമം കമന്റ്സിന് റിപ്ലൈ ചെയ്യാം. സംടൈംസ് മൺഡേ ടു ഫ്രൈഡേ ഒക്കെ വർക്ക് ചെയ്യുകയാണ്. 5 മണി വരെ 9 to 5 ആണ് കേട്ടോ ജോബ് റോള് സമയം വരുന്നത്. അപ്പോൾ ഇൻ കേസ് ചെയ്തില്ലെങ്കിലും, പിന്നെ ഈ പിള്ളേരെ പരിപാടിയും കാര്യങ്ങളൊക്കെ after 5 ഉള്ളത് കൊണ്ടും ചിലപ്പോൾ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്കൊരു സോഷ്യൽ മീഡിയ മാനേജറോ ആരും ഇല്ല കേട്ടോ. ഞാനിത് this is just to give you information, to be honest. I'm not expecting anything kind of remuneration ആയിട്ടോ monetization ആയിട്ടോ അല്ലെങ്കിൽ കമ്മീഷൻ ആയിട്ടോ ഒന്നും. I'm not expecting anything. So അതുകൊണ്ട് it is as a information. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു the information, can you just let me know. നീ ട്രൈ ചെയ്തു. ഞാൻ കയറിയ സമയത്ത് there was no one to kind of ask. സോ മലയാളീസ് ആരും ആ സമയത്ത് ഇത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്താ പറയുക, ചിലപ്പോൾ ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ നമുക്ക് ആ ഒരു അത്രയും ഇൻഫർമേഷൻ ഈസിലി അവൈലബിൾ ആയിട്ട് നമുക്ക് ചെന്ന് സംസാരിക്കാനോ ഒന്നും ഉണ്ടാവില്ല, പറ്റില്ലായിരിക്കും. ചിലപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ തന്നെയാണ് ചില സമയങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ റെഫർ ചെയ്യാം. സോ that is why I have made it basically. സോ അതുകൊണ്ട് ഞാൻ ഓർത്തു എന്താണെങ്കിലും ഇതൊരു വീഡിയോ ഇട്ടിട്ട്, വേണമെങ്കിൽ, ആരും കാണുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല, എനിവേ വേണമെങ്കിൽ you can watch this and then if you want to ask some questions I can always I'm happy to answer. ചിലതിൽ ലൈക്ക് ഡയറക്റ്റ് മാക്സിമസിലാണെങ്കിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കമ്മീഷൻ കിട്ടും ആഫ്റ്റർ യു ഹാവ് കംപ്ലീറ്റ് പ്രൊബേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് റെഫർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ I'm not expecting anything like that. So I just wanted to give you that information. എന്നോട് കുറച്ച് പേര് ചോദിച്ചു what is it, how is it, എങ്ങനെയുണ്ട്, പറ്റുന്നുണ്ടോ, pros and cons ഒക്കെ ചോദിച്ചു. So I just thought to let you know this is the thing. But if you like it, working from home ഇഷ്ടപ്പെടുന്ന ഒരു IT savvy ഒക്കെയാണ് എങ്കിൽ, IT savvy ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. So IT നമ്മൾ 90s കിഡ്സ് മാറി എനിവേ 90s എബോവ് ഉള്ള 90s ജനിച്ച എബോവ് ഉള്ള ആൾക്കാർക്ക് 2000 ഒക്കെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ they're trying to kind of come to UK. That mode is like nursing sometimes. അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ 5 years ഒക്കെ കഴിഞ്ഞിട്ട് if they want kind of the thought process ഒക്കെ ഇപ്പോൾ എവർക്കും ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ മുന്നേ ഉള്ള ജനറേഷനിൽ പോലെ തന്നെ NHS തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. സോ what I thought is if it is useful for them, that would be great. That's what. So I thought to give you that information. So anyway, ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയെന്നോ, I can't remember anything. So I just thought to give that general overview. ഇനി in case എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ, as I said, comment below and don't forget to subscribe. എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. ബേസിക്കലി ഫോളോ ഇതിനകത്തില്ലെന്ന് തോന്നുന്നു. ബട്ട് എനിവേ സബ്സ്ക്രൈബ് ഫോർ മോർ ഡീറ്റെയിൽസ്. ഇതുപോലുള്ള കുറച്ച് വീഡിയോസ് ചെയ്യണം എന്നുണ്ട്. എനിക്ക് ആ മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ യു ഹാവ് ടു സേ സംതിങ് യു ഹാവ് ടു ആസ്ക് അടിപൊളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ യു ഹാവ് ടു സേ ദാറ്റ് ഇസ് എൻ ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി എനിക്കൊരു ചെയ്യാനൊരു ഒരു മോട്ടിവേഷൻ കിട്ടും. ബിക്കോസ് ഐ ഗോട്ട് 2 children to look after. ഐ എം ഡൂയിങ് ഫുൾ ടൈം ജോബ്, സമയമില്ല. സോ ബേസിക്കലി ആ ഒരു മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഡു ദാറ്റ്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഐ റിയലി മീൻ ഇറ്റ്. ടൈം ഇസ് എ വാല്യുബിൾ റിസോഴ്സ്. യൂസ് ഇറ്റ് വൈസ്ലി. Thank you so much for your time. Take care. Bye-bye.